ഹോട്ടൽ നടത്തിക്കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഹോട്ടൽ ഉടമകൾ ഇപ്പോൾ പരാതി പറയുന്നത്. LPG വില വർദ്ധിച്ചാൽ അവർക്ക് പ്രതിസന്ധി കൂടും. ഇപ്പോൾ തന്നെ വാണിജ്യ സിലിണ്ടർ വില ഉയർന്നത് അവരെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് പറയൂ. SKN മുൻപില്ലാത്ത വിധമുള്ള ഒരു പ്രതിസന്ധി ഹോട്ടൽ ഉടമകൾ നേരിടുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഡിസംബറിൽ 1500 രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് വില എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയ് 1 അത് 3000, അതായത് ഇരട്ടി വില നൽകി എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഹോട്ടൽ ഭക്ഷണത്തിന് വില ഉയരുമ്പോൾ കൊച്ചിയൊക്കെ സംബന്ധിച്ച് കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നതാണ്. ഹോസ്റ്റലുകളിലേക്കും ജോലിക്കുമൊക്കെ ആയിട്ട് വന്ന് താമസിക്കുന്നതാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് ഈ ഒരു വില വർധനവ് ഹോട്ടലുകളെ സംബന്ധിച്ച് അതിന് നിർബന്ധമാകുന്നത്. അപ്പോൾ ആളുകൾ ഹോട്ടലുകളിൽ ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ഭയം അവരെ സംബന്ധിച്ച് ഉണ്ട്. കാരണം എത്രത്തോളം വില വർദ്ധിപ്പിക്കും. ഒരു ചായക്കൊക്കെ ഒരു 20 രൂപയുടെയൊക്കെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സാധാരണക്കാരന് അത് അഫോർഡ് ചെയ്യാവുന്ന ഒരു നിലയിലേക്ക് പോവുകയില്ല. ഈ ഒരു പ്രശ്നത്തെ സംബന്ധിച്ചാണ് കൂടുതലായിട്ടും ഹോട്ടൽ ഉടമകൾ പരാതി പറയുന്നത്. ഒരു ഹോട്ടലിൽ സാധാരണ നടത്തിക്കൊണ്ട് പോകാൻ തന്നെ ഒരു 3 സിലിണ്ടറെങ്കിലും ഒരു ദിവസം വേണമെന്നുള്ളതാണ്. അതായത് 9000 രൂപയുടെ, അപ്പോൾ ഒരു 3000 രൂപയുടെ അധിക ഒരു ചിലവ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരും. ഈ പൈസ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രി, IOC എന്നിവരൊക്കെ അയച്ചിരിക്കുന്നത്. ഈ തുക കുറയ്ക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. 6-ാം തീയതി കേരളത്തിൽ എല്ലാ ഹോട്ടലുകളും അടച്ചിട്ട് ഒരു ഹർത്താൽ, ഒരു ഹോട്ടൽ മേഖലയിലെ ഒരു ഹർത്താൽ എന്ന് പണിമുടക്ക് എന്ന് പറയാവുന്ന രീതിയിലേക്ക് അവർ മാറുകയാണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതും ആവശ്യപ്പെടുന്നു. ഈ പശ്ചിമേഷ്യ സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വില വർധനവ് എന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധി തീരുമ്പോൾ ഈ തുക കുറയ്ക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ അധികം കുറച്ചൊരു ചരിത്രമില്ലാത്തത് കൊണ്ട് തന്നെ ഈ തുക ഇനി വർദ്ധിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ വ്യവസായത്തിൽ ഈ ചെറുകിട ഹോട്ടലുകൾ പൂട്ടിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരും. കാരണം 1000 രൂപ അധികമായി ഒരു സിലിണ്ടറിന് കൊടുക്കുമ്പോൾ അത്രയും പണം കണ്ടെത്താൻ അവർക്ക് ഈ ഒരു വരവിൽ നിന്ന് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളത് ഹോട്ടൽ ഉടമകൾ ഒന്നാകെ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 6-ാം തീയതി പണിമുടക്കിലേക്ക് പോകുന്നതും. SKN. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.